ഇപ്പോൾ ഗ്യാസിന് നല്ല വില കൂടിയിരിക്കുന്ന സമയമാണ്. പല സ്ഥലങ്ങളിലും ഗ്യാസ് കിട്ടാൻ കൂടിയില്ല. നമ്മുടെ കിച്ചണിലേക്ക് ഒരു ഇലക്ട്രിക് സ്റ്റൗ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വേണം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രിക് സ്റ്റൗ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് ഓപ്ഷൻസ് ഇപ്പോൾ ഈ ഇൻഡക്ഷൻ സ്റ്റൗവും ഇൻഫ്രാറെഡ് സ്റ്റൗവുമാണ്. ഈ ഇൻഡക്ഷൻ സ്റ്റൗവിനെ പറ്റി പലർക്കും അറിയായിരിക്കും, ഒത്തിരി പേര് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഈ ഇൻഫ്രാറെഡ് സ്റ്റൗ പലർക്കും പുതിയതാണ്. പലരും കൺഫ്യൂസ്ഡ് ആണ്, ഇൻഡക്ഷൻ വാങ്ങണോ, ഇൻഡക്ഷൻ ഇല്ലാത്തവർ ഇൻഡക്ഷൻ വാങ്ങണോ അതോ ഇൻഫ്രാറെഡ് വാങ്ങണോ എന്ന് പലരും കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഈ വീഡിയോയിൽ ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെയും അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് സ്റ്റൗവിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും രണ്ടും പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നോക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഇൻഡക്ഷൻ സ്റ്റൗവും ഇൻഫ്രാറെഡ് സ്റ്റൗവും തമ്മിലുള്ള ആദ്യത്തെ ഒരു വ്യത്യാസം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഡക്ഷൻ സ്റ്റൗവിൽ ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള പാത്രങ്ങൾ, ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് കുക്ക്വെയർ, നമ്മുടെ അയൺ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള മാഗ്നറ്റിക് കുക്ക്വെയർ മാത്രമാണ് നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗവിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള കുക്കറാണ്. ഇതിൻ്റെ അടിയിൽ ഇത് മാഗ്നറ്റ്, ഈ മാഗ്നറ്റ് ഇതുപോലെ ഒട്ടിയിരുന്നാൽ ഇതൊരു ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള കുക്ക്വെയർ ആണ്. ഇത് നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗവിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും. ഇൻഡക്ഷൻ ബേസ് ഇല്ലാത്ത പാത്രങ്ങൾ നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗവിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള പാത്രങ്ങൾ നമുക്ക് ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു അലൂമിനിയം പാത്രം, ഈ അലൂമിനിയം പാത്രം ഇൻഡക്ഷൻ ബേസ് ഉള്ളതല്ല. അപ്പോൾ ഈ പാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കടായി, ഇത് ഇൻഡക്ഷൻ ബേസ് അല്ല, ഇതുണ്ടോ, ഇൻഡക്ഷൻ ബേസ് അല്ല, ഇത് നമുക്ക് ഇൻഫ്രാറെഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് അതുപോലെ മൺചട്ടിയും നമുക്ക് ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഇതിനകത്ത് വെച്ച് ഞാനിതെല്ലാം യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അതായത് കണ്ടോ, ഇത് ഇൻഡക്ഷൻ ബേസ് ഉള്ള പാത്രമല്ല. അതുപോലെ ഈ അലുമിനിയം ചട്ടി ഇൻഡക്ഷൻ ബേസ് അല്ല. മൺചട്ടി അതുപോലെ നമുക്കറിയാം ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അതും നമുക്ക് ഇൻഫ്രാറെഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഇൻഡക്ഷനിൽ ഇൻഫ്രാറെഡിൽ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതൊരു സോസ് പാനാണ്, ഇൻഡക്ഷൻ ബേസ് ഉള്ളതല്ല. അപ്പോൾ ഇത് നമുക്ക് ഇൻഫ്രാറെഡിൽ യൂസ് ചെയ്യാം. കുറച്ച് കട്ടൻ ചായ തിളപ്പിച്ചെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1.5 മിനിറ്റിലൊക്കെ നമുക്ക് തിളച്ച് കിട്ടും കേട്ടോ. ഇൻഫ്രാറെഡ് സ്റ്റൗവിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, എല്ലാ തരം പാത്രങ്ങളും നമുക്കിതിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനകത്ത് അതുപോലെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്കതുപോലെ ഇതിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാനും പറ്റും കേട്ടോ. ഇത് ഞാൻ ആദ്യം കാണിച്ച ഇൻഡക്ഷൻ ബേസ് ഇല്ലാത്ത ഒരു ഫ്രൈയിങ് പാനാണ്. ഇതിനകത്ത് ഇപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്യാസിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി മൺചട്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ്. നമുക്കൊരു പെട്ടെന്നൊരു മീൻകറി വെച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ അരച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ മസാലയെല്ലാം കൂടെ. തക്കാളിയും കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. കൂടെ കുടംപുളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് തെളിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് വെള്ളം ഒഴിച്ച്, വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയാൽ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് കറി ഉണ്ടാക്കുന്ന ഒരു രീതിയാണേ. ഇനി ഇതിൽ നന്നായിട്ട് കിടന്നങ്ങ് തിളച്ച് കഴിഞ്ഞാൽ മീൻകറി റെഡിയാണ്. അപ്പോൾ മൺചട്ടി നമ്മുടെ ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഡീറ്റെയിൽ റെസിപ്പി ഞാൻ പിന്നെ തരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ ഫ്ലാറ്റ് ആയിട്ട് ബേസ് ഉള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് യൂസ് ചെയ്യാം. ഇൻഡക്ഷൻ സ്റ്റൗവിൽ ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗിക്കുന്നവർക്കറിയാം, ഇപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെ ഈ ഒരു ടോപ്പ് ഭാഗം, നമ്മളിവിടെയാണ് പാത്രം വെക്കുന്നത് അല്ലേ, അപ്പോൾ ഈ ഒരു ഭാഗത്തിന് വലിയ ചൂടുണ്ടാവില്ല. നമുക്ക് കൈകൊണ്ട് തുടച്ചെടുക്കാവുന്ന ഒരു ചൂടേ ഉണ്ടാവുള്ളൂ. കൈയൊന്നും പറയാതെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ടാലും നമ്മുടെ കൈ പൊള്ളുന്ന ചൂടൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ചൂടേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ ഈ ഒരു ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ പാത്രം വെക്കുന്ന ഈ ഭാഗം നന്നായിട്ട് ചൂടാവും. ഈ ഭാഗം ചൂടായിട്ട് ഇതിൻ്റെ ചൂടാണ് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇത്രയും ഭാഗം നന്നായിട്ട് ചൂടാവും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ സ്റ്റൗവിൽ നമ്മളെ തീയിലൊക്കെ തൊടുന്ന പോലെ തന്നെയാണ് ഇവിടെ വന്ന് തൊടുന്നതും, കൈ പൊള്ളും. അപ്പോൾ അത് ആണ് അടുത്ത ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇൻഡക്ഷൻ സ്റ്റൗവിൽ നമ്മൾ ചൂടാക്കുകയോ അല്ലെങ്കിൽ പാലോ വെള്ളമോ എന്തായാലും തിളപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് നമുക്ക് ചൂടായി കിട്ടും. ഫാസ്റ്റ് ഹീറ്റിംഗ് ആണ് ഇൻഡക്ഷൻ സ്റ്റൗവിൽ. പക്ഷേ ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്യാസിലൊക്കെ യൂസ് ചെയ്യില്ലേ, ആ ഒരു സ്പീഡാണ് നമുക്ക് നമ്മുടെ ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ കിട്ടുള്ളൂ.
അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ എനർജി എഫിഷ്യൻസിനെ പറ്റിയാണ്. ഇൻഡക്ഷൻ ആണോ ഇൻഫ്രാറെഡ് ആണോ കറണ്ട് ബില്ല് കുറവ്, ഏത് യൂസ് ചെയ്താലാണ് നമുക്ക് കറണ്ട് ബില്ല് കുറവ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് അല്ലേ. നമ്മളൊരു ഇലക്ട്രിക് സ്റ്റൗ വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ടെൻഷൻ കറണ്ട് ബില്ല് തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇത് 1.5 മിനിറ്റിൽ ചൂടാവുമ്പോൾ ഇത് നമുക്ക് 2 മിനിറ്റ് എടുക്കും ചൂടാവാനായിട്ട്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു 2 മോഡൽ വെച്ചിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഇൻഡക്ഷൻ സ്റ്റൗ 1500 വാട്ടിൻ്റെ ആണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 1.5 യൂണിറ്റ് ആണ് കറണ്ട് 1 മണിക്കൂർ നേരത്തേക്ക് എടുക്കുന്നത്. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ ഇൻഫ്രാറെഡ് സ്റ്റൗവ് 2200 വാട്ടിൻ്റെ ആണ്. അപ്പോൾ ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 2.2 യൂണിറ്റ് ആണ്. അപ്പോൾ 1 മണിക്കൂർ നേരത്തേക്ക് ഇത് രണ്ടും ഞാൻ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് 1.5 യൂണിറ്റും ഇത് 2.2 യൂണിറ്റുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എനർജി എഫിഷ്യൻസി കൂടുതലുള്ളത് അല്ലെങ്കിൽ കറണ്ട് നമുക്ക് കുറവ് വരുന്നത് ഇൻഡക്ഷനിൽ തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വീട്ടിലെ ഉപയോഗത്തിന് ഏതാ നല്ലത് എന്നല്ലേ. അപ്പോൾ അത് ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള പാത്രങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും ഇൻഡക്ഷൻ തന്നെയായിരിക്കും നല്ലത്. ഇൻഫ്രാറെഡ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ടോപ്പ് ചൂടായി ആ ചൂടാണ് നമ്മുടെ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് അത്രയും ടൈം എടുക്കും. അതനുസരിച്ച് കറണ്ട് ബില്ലും നമുക്ക് കൂടി വരും. കുക്ക് ചെയ്യാനുള്ള ടൈമും കൂടുതലായിരിക്കും. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇതിനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ തരം പാത്രങ്ങളും നമുക്കിതിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് ബില്ലുകൂടെ കൺസിഡർ ചെയ്യുന്നവരാണ് നമ്മുടെ കയ്യിൽ ഇതിൽ യൂസ് ചെയ്യാനുള്ള പാത്രങ്ങളും ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇൻഡക്ഷൻ സ്റ്റൗ തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്ന കണ്ടു ഇതിൽ ഗ്രില്ല് ചെയ്യുന്നത് കാണിച്ചിട്ട്. ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സ്റ്റൗ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിത് വെച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ സാധനങ്ങളെല്ലാം വെച്ച് കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷൻ കണ്ടോ, അതാ ഇവിടേക്ക് ഇതിനകത്ത് ആ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്ന മീനോ ചിക്കനോ എന്തായാലും അതിൻ്റെ ഗ്രേവി എല്ലാം വന്ന് വീഴുന്നത് ഈ ഒരു പോർഷനിലേക്കായിരിക്കും. ഈ ഭാഗം നമുക്ക് പെട്ടെന്ന് തുടയ്ക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തുടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ ചൂടിലിരുന്ന ഗ്രേവിയൊക്കെ അവിടെ വല്ലാതെ ഉണങ്ങിപ്പിടിക്കും. പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനും വലിയ പാടാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഗ്രില്ല് ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലുള്ള ഡ്രൈ ആയിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി പോലുള്ള സാധനങ്ങളൊക്കെ ചുട്ടെടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ മീനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കാതെ അതിൻ്റെ അരച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് ഭയങ്കര നല്ല ഈസി ആയിട്ട് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ച ആരും വാങ്ങണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. അപ്പോൾ കറണ്ട് ബില്ലൂടെ കൺസിഡർ ചെയ്യുക ആണെങ്കിൽ എല്ലാം കൊണ്ടും നല്ലത് ഇൻഡക്ഷൻ തന്നെയാണ്. ഇൻഡക്ഷൻ തന്നെയാണ് ലേറ്റസ്റ്റ് ടെക്നോളജി. ഇൻഫ്രാറെഡ് കുറച്ചുകൂടെ പഴയ ടെക്നോളജിയാണ്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാ തരം പാത്രങ്ങളും യൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഇൻഫ്രാറെഡിന് ഈ ഒരു ഹൈപ്പ് കിട്ടിയേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ അറിവുകൾ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകൾ എല്ലാവർക്കും കിട്ടട്ടെ.